സർക്കാർ തയ്യാറാക്കിയ വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പട്ടികയിൽപ്പെടാത്ത ഒരാൾക്കും മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതിയിലൂടെ വീട് നൽകില്ലെന്ന് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തി. പട്ടികയ്ക്ക് പുറത്ത് ഒരാൾക്കും വീട് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ലീഗ് വീട് നൽകുന്നവരുടെ പട്ടിക പുറത്തിറക്കാൻ തയ്യാറാണെന്നും കുഞ്ഞാലിക്കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ദുരന്ത ബാധിതർക്ക് തന്നെയാണോ ലീഗ് വീട് വെച്ച് നൽകുന്നതെന്ന് അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സർക്കാരുമായി സഹകരിച്ച് തന്നെയാണ് പദ്ധതി നടപ്പാക്കുന്നത്, ഒരു സംശയവും വേണ്ട. 6-7 മാസം കാത്തിരുന്നിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാരിന്റേത് വലിയ പദ്ധതി ആയതിനാൽ ഭൂമി സംബന്ധിച്ച് ഒരുപാട് കടമ്പകൾ ഉണ്ടെന്നാണ് അന്ന് മന്ത്രി തന്നെ തുറന്നു പറഞ്ഞത്. പാർട്ടി അണികളടക്കം നൽകിയ വലിയ സംഭാവന ബാങ്കിലുണ്ട്. പല സംഘടനകളും വീട് നിർമ്മാണം പൂർത്തിയാക്കി തുടങ്ങി. ഈ തുക വെച്ച് എന്തിന് കാത്തിരിക്കുകയാണെന്ന് പാർട്ടിയിൽ തന്നെ സമ്മർദ്ദം വന്നു. ഇതോടെയാണ് പാർട്ടിയുടെ പുനരധിവാസ പദ്ധതി വേഗത്തിലാക്കുന്നത്. സർക്കാർ അവരുടെ പദ്ധതിയുമായും ഞങ്ങളുടെ പദ്ധതിയുമായും മുന്നോട്ട് പോകുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. സർക്കാരുമായി സഹകരിച്ച് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. തോട്ടഭൂമി അല്ലാത്തത് കൊണ്ട് ലീഗിന്റെ പുനരധിവാസ പദ്ധതിക്ക് വേറെ നൂലാമാലകളില്ല. സർക്കാരിന്റെ ടൗൺഷിപ്പിന് പുറത്ത് വീട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ തന്നെ നൽകിയ ഓഫർ അനുസരിച്ചാണ് ലീഗിന്റെ പുനരധിവാസ പദ്ധതി. സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചോദ്യം ചോദിക്കുന്നവർ ചോദിച്ച് കാര്യങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.